മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. റവ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഉപ്പുമാവാണ്. ഒട്ടും തന്നെ കട്ടയൊന്നും പിടിക്കാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് 200 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ ആദ്യം വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. റവയുടെ കളറൊന്നും മാറരുത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ആ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ അതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ കളർ മാറും. ഇനി ആ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ചേർത്താൽ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാഷ്യൂ നട്ട്സിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കാണെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഉഴുന്നിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഏകദേശം 1 ടീസ്പൂൺ കണക്കിന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ വറ്റൽ മുളക് കുറച്ചൊന്ന് ഫ്രൈ ആയി വരണം. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ക്യാരറ്റ് സവാളയൊക്കെ ഒന്ന് വാടി വന്നാൽ മതിയാവും. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് ആ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ആഡ് ചെയ്യാം. കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോവും. ഇത് ചേർക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി വരും. ഈ ഒരു കണക്കിന് വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചേക്കുക. ഇടയ്ക്ക് മിക്സ് ചെയ്തൊന്നും കൊടുക്കണ്ട, അടച്ച് വെച്ചിരുന്നാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. മധുരമൊന്നും ഉണ്ടാവില്ല. ആ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.